അതിൽ ഞാൻ ഞാനല്ല അഭിനയിക്കുന്നത്. ആ സംശയം മാറിക്കോളല്ലോ. ആ സമയമാട്ടെ, ഞാൻ ബോഡിയൊക്കെ ബിൽഡ് ചെയ്തോണ്ടിരിക്കുക. ഇപ്പൊ സൂക്ഷ്മദർശിനി എന്ന് പറഞ്ഞ സിനിമയുടെ ഷൂട്ട് നടക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഇത് തുടങ്ങും. അല്ല, അത് സിനിമ കാണുമ്പോൾ മനസ്സിലാവും കുറെ കൂടെ. അങ്ങനെ കുറച്ച് കണക്റ്റഡ് ആണ് അതൊക്കെ ആയിട്ട്. അങ്ങനെ ഒരു കോമഡി സിനിമയാണത്. ശിവപ്രസാദാണ് ഇതിന്റെ ഡയറക്ടർ. ശിവപ്രസാദും പിന്നെ സിജു സണ്ണിയും കൂടെ ചേർന്നാണ് ഇത് എഴുതിയിരിക്കുന്നത്. ശിവപ്രസാദ് മുമ്പ് മിന്നൽ മുരളിയിലൊക്കെ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിരുന്ന ആളാണ്. അപ്പോൾ ഞങ്ങൾക്ക് ആദ്യം മുതൽ ഞങ്ങൾ കുറേ കാലമായിട്ട് പരിചയമുള്ളതാണ്. ടൊവിയായിട്ടും ഒക്കെ കണക്റ്റഡാണ്. അപ്പോൾ ടൊവിനോ പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമ എന്നുള്ളതിൻ്റെ ഒരു ഭയങ്കരമായിട്ടുള്ള എന്താ പറയുക ഒരു കൊളാബറേഷനും കൂടെ ഉണ്ട്. അത് ഭയങ്കര സന്തോഷമുണ്ട്. അതിൽ ഞാൻ ഞാനല്ല അഭിനയിക്കുന്നത്. ആ സംശയം മാറിക്കോളല്ലോ. ഇതൊരു കോമഡി സിനിമയാണ്. ആ സമയമാട്ടെ, ഞാൻ ബോഡിയൊക്കെ ബിൽഡ് ചെയ്തോണ്ടിരിക്കുക. അല്ല, അത് സിനിമ കാണുമ്പോൾ മനസ്സിലാവും കുറെ കൂടെ. അങ്ങനെ കുറച്ച് കണക്റ്റഡ് ആണ് അതൊക്കെ ആയിട്ട്. അങ്ങനെ സിനിമയിൽ അത് കണക്റ്റഡ് ആണ് പഴമൊക്കെ. ഇപ്പൊ സൂക്ഷ്മദർശിനി എന്ന് പറഞ്ഞ സിനിമയുടെ ഷൂട്ട് നടക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഇത് തുടങ്ങും. അതൊക്കെ പ്രൊഡക്ഷനിലല്ലേ, പ്രൊഡക്ഷൻ ആക്ടർ ഹിറ്റാവട്ടെ. എല്ലാ തരത്തിലുള്ള കോമ്പോയും ഹിറ്റാവട്ടെ. ഇനി ഞാൻ പ്രൊഡ്യൂസ് ചെയ്ത് അവൻ അഭിനയിക്കട്ടെ, അതായത് ഇനി എന്താ അവൻ ഡയറക്റ്റ് ചെയ്തിട്ട് ഞാൻ അഭിനയിക്കട്ടെ. അങ്ങനെ എന്തൊക്കെ രീതിയിലുള്ള കോമ്പോയും. നായിക പുതിയൊരു പെൺകുട്ടിയാണ്. പുതിയൊരു പെൺകുട്ടിയാണ്. അത് കാസ്റ്റിംഗ് ഓഡിഷൻ വഴി സെലക്ട് ചെയ്തത്. നല്ലൊരു പെർഫോമറാണെന്ന് തോന്നുന്നു. പിന്നെ കുറേ പേരുണ്ട്. സുരേഷ് ചേട്ടനുണ്ട്, സുരേഷ് കൃഷ്ണ, പിന്നെ സിജു സണ്ണി ഒരു മെയിൻ റോൾ അഭിനയിക്കുന്നുണ്ട്. പിന്നെ രാജേഷ് മാധവൻ ഒരു മെയിൻ റോൾ അഭിനയിക്കുന്നുണ്ട്. പിന്നെ ഗുരുവായൂർ അമ്പലനടയിൽ നിന്നുള്ള ഒരു അപ്പൂപ്പനുണ്ട്, അദ്ദേഹം ഒരു മെയിൻ റോൾ. ആരാ മോനെ, എന്താ മോനെ അതിന്റെ പ്രശ്നം എന്ന് ചോദിക്കൂലേ, ആ ചേട്ടൻ അഭിനയിക്കുന്നുണ്ട്. പിന്നെ ബാബു ആന്റി ചേട്ടനുണ്ട്, അദ്ദേഹം ഒരു നല്ല രസമുള്ള ക്യാരക്ടറാണ്. എല്ലാവരും കോമഡി റോളുകളാണ്. അപ്പം അങ്ങനെ കുറച്ച് നല്ല രസമുള്ള കാസ്റ്റ് ഉണ്ട്. എല്ലാവരുടെയും കൂടെ ഒരു കഥയാണ് മൊത്തത്തിൽ. ഇതിനൊരു ഗസ്റ്റ് റോളൊക്കെ വരുന്നു പ്രതീക്ഷിക്കാമോ? ശരി, അപ്പം താങ്ക് യു.